ഒരു യുദ്ധ ഡ്രോണിനെ പ്രധാനമായും അൺമാൻഡ് കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിൾ എന്നും അറിയപ്പെടുന്നു. കൂടാതെ ഇവയെ അനൗപചാരികമായി ഡ്രോൺ അല്ലെങ്കിൽ ഒരു കോമ്പാറ്റ് UAV എന്നും വിളിക്കപ്പെടുന്നു. ഇതൊരു അൺമാൻഡ് വെഹിക്കിൾ ആണ് എന്നത് മാത്രമല്ല, ഇവയെ ഇന്റലിജൻസ്, നിരീക്ഷണം, ടാർഗറ്റ് ഏറ്റെടുക്കൽ, രഹസ്യാന്വേഷണം എന്നിവയ്ക്കായി ഉപയോഗിച്ചു പോരുന്നു. കൂടാതെ ആക്രമണങ്ങൾക്കായി മിസൈലുകൾ, ATGMകൾ, ബോംബുകൾ പോലെയുള്ള വിമാന വെപ്പണുകളും ഈ ഡ്രോണുകളുടെ ഹാർഡ് പോയിന്റുകളിൽ വഹിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു കോമ്പാറ്റ് UAV എന്നാൽ റിമോട്ട് കൺട്രോൾ വഴിയോ അല്ലെങ്കിൽ സ്വയമായോ നാവിഗേറ്റ് ചെയ്യുന്ന ആളില്ലാ വിമാനങ്ങളായിരിക്കും. കൂടാതെ വിവിധതരം സെൻസറുകൾ, ഇലക്ട്രോണിക് റിസീവറുകൾ, ട്രാൻസ്മിറ്ററുകൾ, ആക്രമണപരമായ യുദ്ധോപകരണങ്ങൾ എന്നിവ വഹിക്കാനും ഇവയ്ക്ക് കഴിവുകളുണ്ടായിരിക്കും. ഇറാൻ ജനറൽ ഖാസിം സുലൈമാനി പോലും ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നതിനാൽ നിസ്സംശയമായും ഡ്രോൺ യുദ്ധത്തിന്റെ ഒരു പുതിയ യുഗം തന്നെ ഇതിനോടകം വന്നു ചേർന്നിട്ടുണ്ട്. അതിനാൽ സൈനിക മഹാശക്തികൾ മാത്രമല്ല, ചെറിയ രാജ്യങ്ങളും ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു പോരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 10 അപകടകാരികളായ കോമ്പാറ്റ് ഡ്രോണുകളെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. ഒന്നാമതായി MQ-9B സ്കൈ ഗാർഡിയൻ. തുടർച്ചയായി ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണ കഴിവുകൾ പ്രദാനം ചെയ്യുന്ന ലോകത്തിലുള്ള റിമോട്ടഡ് പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളിലെ ഏറ്റവും പുതിയ മുന്നേറ്റമാണ് MQ-9B സ്കൈ ഗാർഡിയൻ എന്നത്. സ്കൈ ഗാർഡിയൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ദീർഘദൂരം സഞ്ചരിക്കാനും കാലാവസ്ഥ സാഹചര്യങ്ങളെ ആശ്രയിക്കാതെ 40 മണിക്കൂറിലധികം പ്രവർത്തിക്കാനുമാണ്. സിവിൽ എയർസ്പേസിനുള്ളിൽ സൗഹാർദ്ദപരമായി പ്രവർത്തിക്കാനും സൈനികരും സിവിലിയൻ അധികാരികളും തമ്മിലുള്ള ഏകോപിത പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ലോകമെമ്പാടുമുള്ള തത്സമയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം രാവും പകലും ഉറപ്പിക്കാനും ഇതിന് കഴിയും. ഇവയുടെ MQ-9 റീപ്പർ വെർഷൻ ദീർഘദൂര ഉയർന്ന ഉയരത്തിലുള്ള നിരീക്ഷണശേഷിയുള്ള ലോകത്തിലെ ആദ്യത്തെ ഹണ്ടർ കില്ലർ UAV ആയി കണക്കാക്കപ്പെടുന്നു. ജനറൽ അറ്റോമിക്സിന്റെ MQ-8നേക്കാളും വലുതും ഭാരമേറിയതും കൂടുതൽ ശക്തവുമായ ഒരു UAV കൂടിയാണ് MQ-9 റീപ്പർ. രണ്ടാമതായി TAE അക്സങ്കർ. തുർക്കിയിൽ വികസിപ്പിച്ചെടുത്ത അക്സങ്കർ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ക്ലാസ് UAV സിസ്റ്റമായി നിലകൊള്ളുന്നു. ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണം അഥവാ ISR ദൗത്യങ്ങൾ, പകൽ രാത്രി സമയങ്ങളിലെ സ്ട്രൈക്ക് ദൗത്യങ്ങൾ എന്നിവ നിർവഹിക്കുന്നതിന് ഇവയെ ഉചിതമായി സജ്ജീകരിച്ചിരിക്കുന്നു. എയർ ടു ഗ്രൗണ്ട് ആയുധങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിക്ക് പുറമെ EO-IR, SAR പേലോഡുകളുടെ ഉപയോഗത്തോടെയാണ് ഈ കഴിവ് സാധ്യമാക്കുന്നത്. 40,000 അടി വരെ ഉയരത്തിലുള്ള വിപുലീകൃത പ്രവർത്തന ദൈർഘ്യം കൈവരിക്കുന്നതിന് അക്സങ്കർ 2 PD-170 ഡ്യുവൽ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു. ഈ ഡ്രോൺ കൂടുതൽ വിശ്വസനീയവും മികച്ചതുമാക്കാനായി TAE അങ്ക സീരീസ് ഡ്രോണുകളിൽ നിന്നുള്ള നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ദീർഘകാല നിരീക്ഷണം, സിഗ്നൽ ഇന്റലിജൻസ്, മറൈൻ പെട്രോളിംഗ് പ്രവർത്തനങ്ങൾ, ആളില്ലാ യുദ്ധവ്യോമവാഹനമായി ഉപയോഗിക്കൽ എന്നിവയ്ക്കായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മൂന്നാമതായി GJ-11 ഷാർപ്സ്വേഡ് UAVകൾ. ഹോങ്ഡു GJ-11 ഷാർപ്സ്വേഡ് എന്നത് ഒരു ശ്രദ്ധേയമായ അൺമാൻഡ് കോമ്പാറ്റ് വെഹിക്കിളായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ വിശാലമായ ആന്തരിക ആയുധ ബേയും ലേസർ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വിന്യസിക്കാനുള്ള ശേഷിയും ഇവയെ മികച്ചതാക്കി മാറ്റുന്നു. ഈ കഴിവുകൾ അതിന്റെ വിഭാഗത്തിലെ മറ്റ് സ്റ്റെൽത്ത് ഡ്രോണുകളുമായി താരതമ്യപ്പെടുത്താവുന്ന പ്രകടന നിലവാരം കൈവരിക്കുന്നതിന് ഇതിനെ സഹായിച്ചു പോരുന്നു. ഷെന്യാങ് എയർക്രാഫ്റ്റ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഷെന്യാങ് എയറോസ്പേസ് യൂണിവേഴ്സിറ്റി, ഹോങ്ഡു ഏവിയേഷൻ ഇൻഡസ്ട്രി ഗ്രൂപ്പ് എന്നിവ തമ്മിലുള്ള സഹകരണത്തിന്റെ ഫലമായാണ് ഈ കോമ്പാറ്റ് ഡ്രോൺ എത്തുന്നത്. ഈ ഡ്രോണിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലെങ്കിലും ചൈനീസ് വിവരണം അനുസരിച്ച് ഹോങ്ഡു GJ-11 ഷാർപ്സ്വേഡിന് ഒരു വലിയ ആന്തരിക ആയുധ ബേയും ലേസർ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എത്തിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. നാലാമതായി സുഖോയ് S-70 ഒക്കോട്നിക് B. റഷ്യയുടെ സുഖോയ് S-70 ഒക്കോട്നിക് എന്നത് സ്വതന്ത്ര ദൗത്യങ്ങൾ നടത്താനും സുഖോയ് 57 പോലെയുള്ള 5ാം തലമുറ റഷ്യൻ വിമാനങ്ങളുമായി തടസ്സമില്ലാതെ സഹകരിക്കാനും കഴിവുള്ള അതിശക്തമായ ദീർഘദൂര സ്റ്റെൽത്ത് കോമ്പാറ്റ് ഡ്രോണായി നിലകൊള്ളുന്നു. ഏകദേശം 20 ടൺ ടേക്ക് ഓഫ് ഭാരം, മണിക്കൂറിൽ 1000 കിലോമീറ്ററിന്റെ പരമാവധി വേഗത, ഏകദേശം 6000 കിലോമീറ്റർ വരെ നീളുന്ന പ്രവർത്തന റേഞ്ച് എന്നിവ കാരണം ഇത് നിസ്സംശയമായും ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു അസാധാരണമായ യുദ്ധ ഡ്രോണായി റാങ്ക് ചെയ്യപ്പെടുന്നു. ഈ ആകർഷകമായ ഡ്രോണിൽ 2 ആന്തരിക ആയുധ ബേകൾ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ഗൈഡഡ്, അൺഗൈഡഡ് യുദ്ധോപകരണങ്ങളുടെ 2000 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാൻ അനുവദിക്കുന്നു. സുഖോയ് S-70ക്ക് സോളോ സോർട്ടികൾ നടത്താനും 5ാം തലമുറ റഷ്യൻ വിമാനങ്ങളായ സുഖോയ് 57മായി സഹകരിക്കാനും കഴിയും. ഇതൊരു 6ാം തലമുറ ഹെവി സ്റ്റെൽത്തി ഡ്രോൺ ആയതിനാൽ S-70 കൂടുതൽ അപകടകാരിയായി മാറുന്നു. അഞ്ചാമതായി EADS ബരാക്കുഡ. വ്യോമ നിരീക്ഷണത്തിനും യുദ്ധത്തിനുമായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവേഡ് ആളില്ല ആകാശവാഹനമാണ് EADS ബരാക്കുഡ എന്നത്. ജർമ്മനിയും സ്പെയിനും തമ്മിലുള്ള സഹകരണമായി നിർമ്മിച്ച ഈ വിമാനം അതിന്റെ ആന്തരിക ബേയിൽ 300 കിലോഗ്രാം കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ കൊണ്ടുപോകാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും മാക് 0.85ന്റെ പരമാവധി വേഗതയും 660 പൗണ്ട് പെയ്ലോഡ് ശേഷിയും ഉൾപ്പെടെയുള്ള അതിന്റെ കഴിവുകൾ കണക്കിലെടുക്കുമ്പോൾ ബരാക്കുഡ കൂടുതൽ വികസനത്തിന് വിധേയമായെന്ന് അനുമാനിക്കപ്പെടുന്നു. 14.2 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകുന്ന P&W JT-15D 5C ടർബോഫാൻ എഞ്ചിനാണ് ബരാക്കുഡ എയർ വെഹിക്കിളിന് കരുത്ത് പകരുന്നത്. ഡോർസൽ പ്രതലത്തിന്റെ ഭാഗമായുള്ള എഞ്ചിന്റെ എയർ ഇൻടേക്കിന്റെ സ്ഥാനവും എയർ ഇൻടേക്കിന്റെ പ്രൊഫൈലും ഈ എയർ വാഹനത്തിന്റെ കുറഞ്ഞ റഡാർ സിഗ്നേച്ചറിന് കാരണമാകുന്നു.
അതോടൊപ്പം ഇവയുടെ ഒരു ഗ്രൗണ്ട് അധിഷ്ഠിത മിഷൻ കൺട്രോൾ സ്റ്റേഷൻ, മിഷൻ ആസൂത്രണം, നിരീക്ഷണം, ഡേറ്റ വിലയിരുത്തൽ എന്നിവ നൽകി ഈ ഡ്രോണിനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നു. ആറാമതായി MQ-20 പ്രെഡേറ്റർ സി അവഞ്ചർ. പ്രെഡേറ്റർ ബിയെ പോലെ തന്നെ പ്രെഡേറ്റർ സി അവഞ്ചറിന്റെ വികസനവും ജനറൽ അറ്റോമിക്സിന്റെ മുൻകരുതൽ സമീപനത്തോടെയും ആന്തരിക ധനസഹായത്തോടെയുമാണ്. 76 അടി നീളമുള്ള വലിയ ചിറകുകൾ, അധിക ഇന്ധനശേഷി, 20 മണിക്കൂറിൽ കൂടുതലുള്ള എൻഡുറൻസ് എന്നിവയോടെ എത്തുന്ന പ്രെഡേറ്റർ സി അതീവ അപകടകാരിയായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ അവഞ്ചർ ER എന്ന എക്സ്റ്റൻഡഡ് റേഞ്ച് വെർഷൻ 2016 ഒക്ടോബറിൽ അതിന്റെ ആദ്യ ഫ്ലൈറ്റ് നടത്തുകയും 2017 ഫ്ലൈറ്റ് ടെസ്റ്റ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. പ്രെഡേറ്റർ സി അവഞ്ചറിൽ 3500 പൗണ്ട് പേലോഡ് ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു ആന്തരിക ആയുധ ബേ സജ്ജീകരിച്ചിരിക്കുന്നു. ആന്തരികവും ബാഹ്യവുമായ വെപ്പൺ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുമ്പോൾ 6500 പൗണ്ട് സംയോജിത പേലോഡ് ശേഷി നൽകുന്ന 6 ബാഹ്യ ഹാർഡ് പോയിന്റുകളും ഇത് അവതരിപ്പിക്കുന്നു. ഇതിന്റെ വ്യത്യസ്തമായ രൂപകൽപ്പനയും വേഗതയും ഉയർന്ന ഭീഷണിയുള്ള സാഹചര്യങ്ങളിൽ അതിജീവനം വർദ്ധിപ്പിക്കുകയും ഉപയോക്താക്കൾക്ക് കൂടുതൽ സമഗ്രമായ ദ്രുത പ്രതികരണത്തിനുള്ള സായുധ നിരീക്ഷണ ശേഷി നൽകുകയും ചെയ്യുന്നു. ഏഴാമതായി ക്രാറ്റോസ് XQ-58 വാൽക്കരിയെ. ക്രാറ്റോസ് XQ-58 വാൽക്കരിയെ എന്നത് ക്രാറ്റോസ് സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷണാത്മക സ്റ്റെൽത്ത് ആളില്ല യുദ്ധവിമാനത്തെ പ്രതിനിധീകരിക്കുന്നു. ക്രാറ്റോസ് വികസിപ്പിച്ചെടുത്ത XQ-58 വാൽക്കരിയെ ഡ്രോൺ ആധുനിക വ്യോമയാന യുദ്ധത്തിന്റെ ബഹുമുഖവും സ്വയംഭരണാധികാരമുള്ളതുമായ ഘടകമെന്ന നിലയിൽ അതിന്റെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത നിരവധി സാങ്കേതിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. ഇതിന് മാക് 0.72 ക്രൂയിസിംഗ് വേഗതയുള്ളതിനാൽ വിവിധ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയെ അനുവദിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 45,000 അടി വരെ ഉയരത്തിൽ ഈ ഡ്രോണിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിനാൽ ഉയർന്ന ഉയരത്തിലുള്ള നിരീക്ഷണവും ഇടപെടൽ ദൗത്യങ്ങളും ഇവ സാധ്യമാക്കുന്നു. മാൻഡ് എയർക്രാഫ്റ്റുകളുടെ ലോയൽ വിങ്മാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന XQ-58 സ്കൗട്ടിംഗ്, ഡിഫൻസീവ് ഫയർ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഫയറിംഗ് കണ്ടെത്തൽ എന്നിവയുൾപ്പെടെ വിവിധ റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. എട്ടാമതായി നോർത്ത്രോപ്പ് ഗ്രൂമാൻ X-47B. നോർത്ത്രോപ്പ് ഗ്രൂമാൻ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത അതിശയിപ്പിക്കുന്ന ഒരു ടെയിൽലെസ് സ്ട്രൈക്ക് ഫൈറ്റർ വലിപ്പമുള്ള ആളില്ല വിമാനമാണ് X-47B. അമേരിക്കൻ നാവികസേനയുടെ അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റം കാരിയർ ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റം ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമിൽ X-47B പ്രമുഖമായിരുന്നു. അർദ്ധ സ്വയംഭരണ ഫ്ലൈറ്റിനും ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനുമുള്ള കഴിവ് നൽകുന്ന ഈ ശ്രദ്ധേയമായ വിമാനം അതിന്റെ ബ്ലെൻഡിംഗ് വിംഗ് ഡിസൈൻ, ടെയിൽലെസ് കോൺഫിഗറേഷൻ, ജെറ്റ് പവയുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നിവയാൽ ശ്രദ്ധേയമായി മാറുന്നു. മാക് 0.9 വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഈ യുദ്ധ ഡ്രോണിന് 3900 കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ടായിരിക്കും. അതോടൊപ്പം 2000 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന 2 വെപ്പൺ ബേയും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഒൻപതാമതായി CIG വിംഗ്ലൂം 2. ചൈനയിലെ ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പ് തയ്യാറാക്കിയ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ആളില്ല വിമാനമാണ് വിംഗ്ലൂം 2 എന്നത്. 9000 മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാനും 20 മണിക്കൂറിലധികം ഫ്ലൈറ്റുകൾ നിലനിർത്താനുമുള്ള ശ്രദ്ധേയമായ കഴിവ് ഈ ഡ്രോൺ കാണിക്കുന്നു. ശ്രദ്ധേയമായ ബഹുമുഖ കഴിവുകളുള്ള ഈ ഡ്രോണിനെ ആയുധങ്ങൾ, പെയ്ലോഡുകൾ, മിസൈലുകൾ, ബോംബുകൾ, വിവിധ നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് സജ്ജീകരിക്കാനാകും. സാറ്റലൈറ്റ് കണക്ഷനിലൂടെ ദീർഘദൂര സ്ട്രൈക്ക് ചെയ്യാൻ വിംഗ്ലൂം 2 പ്രാപ്തമാണ്. എയർ ടു എയർ വെപ്പണുകൾ തൊടുക്കാൻ ശേഷിയുള്ള ഇതിന് 200 കിലോ വരെ ലേസർ ഗൈഡഡ് ബോംബുകൾ വഹിക്കാനാകും. ചൈന പറയുന്നതനുസരിച്ച് ഇതിന് ഏകദേശം 32 മണിക്കൂർ ബാറ്ററി ലൈഫും 4000 കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ 370 കിലോമീറ്ററിന്റെ ഉയർന്ന വേഗതയും ഉണ്ടായിരിക്കും. പത്താമതായി ദസോ ന്യൂറോൺ. ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണാത്മക അൺമാൻഡ് ഏരിയൽ കോമ്പാറ്റ് വെഹിക്കിളായി ദസോ ന്യൂറോൺ നിലകൊള്ളുന്നു. ഈ പ്രോജക്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യം ഇടത്തരം മുതൽ ഉയർന്ന ഭീഷണിയുള്ള പോരാട്ട പരിസ്ഥിതികളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് കഴിവുകളുള്ള ഒരു സ്വയംഭരണ UAV സൃഷ്ടിക്കുക എന്നതാണ്. നിലവിൽ ഇന്ത്യ തപസ്, രുസ്തം തുടങ്ങിയ മികച്ച കോമ്പാറ്റ് ഡ്രോണുകൾ നിർമ്മിക്കുന്നുവെങ്കിലും നമ്മൾ ഈ കണ്ട ഡ്രോണുകളുടെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഡ്രോണുകൾ എത്തുന്നതേയുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. എങ്കിലും MQ-9 റീപ്പർ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോണുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട് എന്നത് ഇന്ത്യയെ അപകടകാരിയാക്കി തന്നെ മാറ്റുന്നു.